ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര് രാജീവര് ആശുപത്രിയിൽ ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച തന്ത്രിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തന്ത്രിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഡോക്ടർമാരുടെ വാക്കുകൾ ആദ്യം കേൾക്കാം. കുറച്ചൊരു വേരിയേഷൻ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഫർദർ ഇവാലുവേഷനും ഈ പറഞ്ഞ കാലിലെ നീര് ഭാഗത്തിൻ്റെ ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ തന്നെയാണെന്ന് ഉറപ്പിക്കാനും മറ്റുമായിട്ട് അത് നമുക്ക് ഫർദർ ഇവാലുവേഷനിൽ പറയാൻ പറ്റും. അതിനോടായിട്ടാണ് വിട്ടിരിക്കുന്നത്. നോക്കിയിട്ട് കാണുന്നില്ല. ഇല്ല, വലിയ വേരിയേഷൻ കാര്യങ്ങളൊന്നും കണ്ടില്ല. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് SIT പരിശോധിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, SIT ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിൽ ഷാജി നൽകും. ഇപ്പോൾ SIT നീങ്ങുന്ന അതിൻ്റെ അന്വേഷണത്തിൻ്റെ ദിശയെ സംബന്ധിച്ചും ഒപ്പം തന്ത്രിയുടെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ചും. തീർച്ചയായും അജിംഷാദ്, ഏതായാലും തന്ത്രി കണ്ഠര് രാജീവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യത്തിൽ ആദ്യം തന്നെ വ്യക്തമാക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. രാവിലെ ദേഹാസ്വാസ്ഥ്യം ജയിലിൽ വെച്ച് തിരുവനന്തപുരം സബ് ജയിലിൽ സ്പെഷ്യൽ സബ് ജയിലിൽ വെച്ച് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അവിടെ എത്തിച്ചപ്പോൾ BP ഉയർന്ന തോതിലായിരുന്നു. തുടർന്ന് ECG എടുത്തു. പക്ഷേ ECGയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ഡ്രോപ്പ് T ടെസ്റ്റ് നടത്തി ആ രക്തപരിശോധനയിൽ ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിലിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. മറ്റ് ഗുരുതര പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മെഡിക്കൽ ഓഫീസറും വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, കേസിന്റെ അന്വേഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നിലവിലിപ്പോൾ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യത്തിലേക്ക് അന്വേഷണം കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് 2007 മുതലാണ് തന്ത്രി കണ്ഠര് രാജീവർക്ക് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ അറസ്റ്റിലേക്ക് നയിച്ചത് പോലും എന്ന് പറയുന്നത് ഈ സ്വർണ്ണമോഷണം നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ വേണ്ട മൗനാനുവാദം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രി ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഈ വിഷയത്തിൽ തന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി വ്യക്തമാകേണ്ടത്. അതോടൊപ്പം തന്നെ ഗൂഢാലോചനയിൽ ഏത് തരത്തിലാണ് ബന്ധം എന്നുള്ളതും വ്യക്തമാകേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും കൂടുതൽ കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ തമ്മിലുള്ള, ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബാങ്ക് ഇടപാടുകൾ അടക്കം പരിശോധിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ തിങ്കളാഴ്ച തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുക എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ശരി ഷീജയാണ് SITയുടെ പുതിയ പരിശോധനകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നൽകിയത്. ഒപ്പം തന്ത്രിയുടെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ചും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. പക്ഷേ ചില തരത്തിലുള്ള വേരിയേഷനൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വിദഗ്ധ പരിശോധനയും ചികിത്സയും ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ള പരിശോധനയ്ക്കാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതാണ് ഷീജ സമഗ്രമായി നൽകുന്നത്.